റോമിയോ ജൂലിയറ്റ് പാർട്ട് 3. രചന സന്ധ്യദാസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീസ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഈശ്വര, ആരും കാണല്ലേ, അവൾ മനസ്സിൽ പറഞ്ഞു. പെട്ടെന്ന് പിന്നിൽ നിന്നും ആരോ പൂജയുടെ വായ പൊത്തിപ്പിടിച്ചു. അവൾ എന്തെങ്കിലും പ്രതികരിക്കുന്നതിന് മുന്നേ അയാൾ അവളെ വലിച്ചഴിച്ച് അടുത്തുള്ള സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോയി വാതിലടച്ചു. ഡി, ആ പൂജനെ കാണുന്നില്ലല്ലോ. വെളിയിൽ വന്ന് അവളെ കാണാതായതും തനു പേടിച്ചു. ഈ ശവ ഇത് എവിടെ പോയി കിടക്കുക? അവർ ചുറ്റും നോക്കിയെങ്കിലും അവളെ കാണാതായപ്പോൾ അവരുടെ മനസ്സിലൊരു പേടി തോന്നാൻ തുടങ്ങി. അയാൾ അവളുടെ വായ പൊത്തിപ്പിടിച്ച് ചുമരിലേക്ക് ചാരി നിർത്തി. അയാൾ തന്റെ ചുണ്ടിലേക്ക് വിരൽ വെച്ച് അവളോട് മിണ്ടാൻ നിൽക്കാൻ ആംഗ്യം കാണിച്ചു. അവൾ വായു പൊത്തിപ്പിടിച്ച് ശരിയെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. 6 അടിയോളം പൊക്കം, അതിനനുസരിച്ചുള്ള ശരീരം. ഇരുട്ടായതുകൊണ്ട് മുഖം എവിടേക്ക് കണ്ടു എന്നല്ലാതെ അത്ര വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. ഏയ്, യാർ നീ? இந்த നേരത്തിൽ നീ എതുക്കിങ്ക വന്നേ? പടച്ചോനെ, തമിഴ്. അത് കേട്ട് അവൾ അന്തം വിട്ട് നിന്നു. അയാളുടെ തമിഴ് മനസ്സിലായെങ്കിലും അവൾക്ക് തിരിച്ചു പറയാൻ അറിയണ്ടേ? അത് എനിക്ക് പോണം. അവൾ കുതിരിമാറി പോവാൻ നിന്നതും അവൻ അവളുടെ കൈ പിടിച്ച് തടഞ്ഞു. എവിടേക്കാടി പോണേ? ഈ പാതിരാത്രിക്ക് വന്നവും പോരാ. ഇയാൾക്ക് മലയാളം അറിയാമോ? കൈ വിട്. അവളൊന്ന് കുതിരിമാറാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല. എവിടേക്കാടി പോണേ? ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറയാൻ അറിയില്ല. അതും കൂടി കേട്ടതും അവൾക്ക് ദേഷ്യം വന്നു. താൻ ആരാടൂ? തന്നോട് എനിക്കെന്തിനും ഇതൊക്കെ പറയേണ്ട ആവശ്യം? അതും പറഞ്ഞ് അവൾ മറ്റേ കൈ കൊണ്ട് അവനെ തല്ലാനോങ്ങിയതും അവനവളുടെ ആദ്യത്തെ കയ്യിൽ പിടിവിട്ട് തല്ലാനോങ്ങിയ കൈ തടഞ്ഞു. ഹൗ ഡെയർ യു! അവളത് പറഞ്ഞതും അവനവളുടെ കൈമടക്കി പിന്നിലാക്കി അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. അവന്റെ നെഞ്ചിലേക്ക് അവൾ വീണു. അവൾ തല ഉയർത്തി നോക്കിയതും അവന്റെ മുഖം വ്യക്തമായി കണ്ടു. കൂർത്ത മൂക്കും നീളൻ പുരികവും അതിനു പുറമെ വെട്ടിയൊതുക്കിയ മുടിയും കട്ട താടിയും മീശയും കണ്ടാൽ ഒരു എക്സിക്യൂട്ടീവ് ലുക്ക്. തന്റെ മുന്നിൽ നിൽക്കുന്ന പുരുഷനെ കണ്ടതും ഞൊടിയിടയിൽ അവൾ ഇതെല്ലാം അളന്നു. അവന്റെ കണ്ണിലെ തീക്ഷ്ണ ഭാവം കണ്ടതും അവൾ നിന്ന് വിറക്കാൻ തുടങ്ങി. ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതാ ഒച്ച വെക്കരുതെന്ന്. അവന്റെ ബലമായ പിടിയിലും അവന്റെ കണ്ണുകളിൽ കാണുന്ന ആ രൗദ്രഭാവത്തിലും അവളുടെ ധൈര്യമൊക്കെ ചോർന്നു പോകുന്ന പോലെ അവൾക്ക് തോന്നി. ഇനി പറ, എന്തിനാ വന്നത്? അത് ഒരു റാഗിങ്ങോ? അതെ, ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാൻ പറഞ്ഞയച്ചതാ. അവൾ വിറച്ച് പറഞ്ഞു. എന്നിട്ട് പേപ്പർ എവിടെ? അവൻ അവളുടെ മേലുള്ള പിടിയച്ചുകൊണ്ട് അവളുടെ നേർക്ക് കൈനീട്ടി. അവൾ ആദ്യം അതൊന്ന് എടുക്കാൻ മടിച്ചു. എടുക്കടി! അവന്റെ അലർച്ച കേട്ടതും അവളുടെ കുഞ്ഞു ബാഗിൽ നിന്ന് ആ പേപ്പർ എടുത്തു കൊടുത്തു. അപ്പൊ മര്യാദക്ക് പറഞ്ഞാ നിനക്ക് അറിയില്ല അല്ലേ? അവൾ തലതാഴ്ത്തി മിണ്ടാതെ നിന്നു. റാഗിംഗ് ഒക്കെ കൊള്ളാം, പക്ഷെ ഇമാതിരി പണിയേൽപ്പിക്കുമ്പോ ഇത് കൊള്ളരുതായ്മയാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരങ്ങളും വേണം. ആ പ്രിൻസിപ്പൾ ഹെൻറി ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ കണ്ടതിന് പകരം അയാളാണ് കണ്ടതെങ്കിലോ? അതോടെ തീർന്നില്ലേ നിന്റെ ഭാവി? മിനിമം 5 വർഷം നിനക്ക് എക്സാം എഴുതാൻ പറ്റില്ല. അതും കൂടി കേട്ടതോടെ പറക്കാൻ ഇനി വേറെ കിളികളൊന്നും ബാക്കിയില്ലാത്ത അവസ്ഥയിലായി. ഇനിയിപ്പോൾ അയാളോട് തർക്കിച്ചിട്ട് കാര്യമില്ല പൂജ, നീ ബുദ്ധിപൂർവ്വം പെരുമാറിക്കോ. ഇതൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ അവളുടെ അവസാന തടവും പ്രയോഗിച്ചു. സോറി ഏട്ടാ. ഇപ്പൊ ഞാൻ ക്ഷമിച്ചു വിട്ടിരിക്കുന്നു. ഇനി മേലാൽ ഈ സമയത്ത് നിന്നെ ഈ പരിസരത്ത് കണ്ടുപോരുത്, കേട്ടോടി. അവൾ തലയാട്ടി പോവാൻ നിന്നതും അടുത്തുള്ള മേശയിൽ തടഞ്ഞ് വീഴാൻ പോയി. പെട്ടെന്ന് തന്നെ അവൻ അവളെ താങ്ങിപ്പിടിച്ചു. പക്ഷേ പിടിച്ചത് അവളുടെ ഇടുപ്പിലായതുകൊണ്ട് ഒരു നിമിഷം അവളുടെ ശരീരമാകെ രോമാഞ്ചം കയറി. അവൾ പെട്ടെന്ന് തന്നെ നിവർന്നിന്ന് അവനിൽ നിന്ന് മാറിപ്പോവാനൊരുങ്ങിയതും അവൻ തടഞ്ഞു. ഒന്ന് നിന്നേ. ഈശ്വര, ഇനി എന്ത് കുരിശാണാവോ? അവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് എത്തി നോക്കി. ആരില്ലെന്ന് ഉറപ്പെത്തിയ ശേഷം അവളോട് വെളിയിലേക്ക് പോകാൻ ആംഗ്യം കാണിച്ചു. അത് കാണേണ്ട താമസം. കിട്ടിയ ജീവനും കൊണ്ട് അവൾ ഓടി രക്ഷപ്പെട്ടു. അവൾ പോകുന്നത് നോക്കിയിരുന്ന അവന്റെ മുഖത്ത് അവൻ അറിയാതെ തന്നെ ഒരു ചിരി വിടർന്നു. പൂജ വെളിയിലിറങ്ങി കുറച്ചു ദൂരം നടന്നതും മുമ്പ് നിന്ന ക്ലാസ് റൂമിന്റെ അടുത്ത് കിളി പോയി നിൽക്കുന്ന തനുവിനെയും തേജുവിനെയും കണ്ട് അങ്ങോട്ടേക്ക് ഓടി. എടി, ഒന്ന് വേഗം വന്നേ. അവൾ അവർ രണ്ടുപേരുടെയും കൈപ്പിടിച്ച് മുന്നോട്ട് ഓടാൻ തുടങ്ങി. ഈ പോത്തെ ഇത്ര നേരം എവിടെയായിരുന്നു? അതൊക്കെ ഞാൻ പറയാം. ദൈവസഹായം കൊണ്ടാ ജീവൻ തിരിച്ചിട്ടിയത്. ഇപ്പോൾ നിൽക്കുന്നത് ശരിയല്ല. ആ പ്രിൻസിപ്പൾ ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ, എപ്പോ? ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ രണ്ടുപേരും കോറസ് പോലെ ചോദിച്ചു. അതൊന്നും ഇപ്പൊ പറയാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്ക്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒളിമ്പിക്സിലെ ഓട്ടമായിരുന്നു. പോയ വഴിയിൽ ഒരു പുല്ലും കൂടി മുളക്കില്ലെന്ന രീതിയിലായിരുന്നു അവർ ഓടിയത്. മതിൽ ചാടാൻ അറിയില്ലെന്ന് പറഞ്ഞ പൂജയായിരുന്നു ആദ്യം ചാടിയത്. പിന്നാലെ തനുവും അവസാനം തേജുവും. പിന്നെ ഹോസ്റ്റൽ എങ്ങനെ എത്തിയെന്നുള്ളത് അവർക്ക് പോലും അറിയില്ല. ആ, വന്നോ നിങ്ങള്? അവരെ പറഞ്ഞയച്ച ഒരു കൂട്ടം ചേച്ചിമാർ ആ ഹോസ്റ്റലിന്റെ പുറകിൽ അവരെയും കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പോരാത്തതിന് പകുതി പേർ മലയാളികളും. 3 പേര് ഒരുമിച്ച് മൂളി. എന്താ ഇങ്ങനെ കിടക്കുന്നേ? അത് പിന്നെ
തനു അവളുടെ കയ്യിലെ ക്വസ്റ്റ്യൻ പേപ്പർ അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. 3 പേര് ആകെ മൊത്തം ക്ഷീണിച്ചിരുന്നു. ശരി ശരി, നിങ്ങൾ ആദ്യം റൂമിലേക്ക് വാ. അവരെല്ലാവരും കൂടി അതിലെ ഗ്യാങ് ലീഡറായ നന്ദനയുടെ മുറിയിലേക്ക് പോയി. ഇനി പറ, എന്താ ഉണ്ടായത്? എല്ലാവരും അവർക്ക് ചുറ്റുമിരുന്ന് ചോദിച്ചു. പൂജയായിരുന്നു അവിടെ നടന്ന സംഭവങ്ങൾ മൊത്തം പറഞ്ഞത്. നന്ദന ചോദിച്ചു, സോ നിന്നൊരാൾ അവിടെ പിടിച്ചു വെച്ചു അല്ലേ? ആ ചേച്ചി, എനിക്ക് വേറെ വഴിയിലായിരുന്നു, അതാ ഞാൻ അയാൾക്ക് അത് കൊടുത്തത്. ഇതിന് പുറകിൽ ആരാണെന്ന് അയാൾ ചോദിച്ചില്ല, ഞാൻ പറയാനും നിന്നില്ല. ഓക്കെ, എന്തായാലും നിങ്ങൾ ഇത്രയും റിസ്ക് എടുത്ത സ്ഥിതിക്ക് നാളെ തന്നെ ഞങ്ങൾ വാർഡനോട് സംസാരിച്ച് നിങ്ങളുടെ റൂമിൻ്റെ കാര്യം ശരിയാക്കി തരാം കേട്ടോ. അത് കേട്ടതും അവർ 3 പേരും തുള്ളിച്ചാടി നന്ദനയെ പോയി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. എന്തോ ആ ചേച്ചിമാർക്കൊക്കെ ഈ ത്രിമൂർത്തികളോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. അല്ല പൂജ, നിന്നൊരാൾ പിടിച്ചു വെച്ചു എന്ന് പറഞ്ഞില്ലേ, അയാളെ കാണാൻ എങ്ങനെയുണ്ടാവും? കൂട്ടത്തിലൊരു ചേച്ചി ചോദിച്ചു. അവൾ വള്ളിപ്പുള്ളി വിടാതെ അയാളുടെ എല്ലാ അടയാളങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ കേട്ട് എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എന്താ ചേച്ചി? തേജു ഒരു സംശയത്തോട് ചോദിച്ചു. ഈ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഇന്ദ്രനാവാനാ ചാൻസ്. അതാരാ? ഏയ്, ഇന്ദ്രനാവാൻ വഴിയില്ല, ചിലപ്പോൾ അത് ഹർഷനായിരിക്കും. മറ്റൊരു ചേച്ചി പറഞ്ഞു. ഒന്ന് പോടി, ഹർഷൻ എവിടുന്ന താടി മീശയും? ഒന്നാമത് അവനിപ്പോൾ ഇവിടെ ഇല്ലല്ലോ, അത് ഇന്ദ്രനാവാനേ വഴിയുള്ളൂ. ഇല്ലടി, അവൾ പറഞ്ഞു കേട്ടോ, വെട്ടിയൊതുക്കിയ മുടി, നമ്മുടെ ഇന്ദ്രനെ നീട്ടി വളർത്തിയ മുടിയല്ലേ? ഓ, അത് ശരിയാണല്ലോ. അപ്പോൾ പിന്നെ ആരായിരിക്കും? എൻ്റെ ഒരു ഊഹം വെച്ച് നോക്കുമ്പോൾ അത് ഹർഷൻ്റെ ടീമിൽ ആരെങ്കിലും ആവാനാ സാധ്യത. കാരണം അവരല്ലേ കോളേജിലെ ആൻറ്റി റാഗിങ് സ്ക്വാഡ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോഴാണ് അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അവർ ഓർത്തത്. ഇതിനിടയിൽ അവർ പറയുന്ന കേട്ട് പട്ടി ചന്തക്കും പോയി വായും പൊളിച്ചിരിക്കുന്ന പോലെ ഇരിക്കുകയാണ് നമ്മുടെ നായികമാർ. ചേച്ചിമാരെ, ആരാ ഇവന്മാർ? തേജ് ചോദിച്ചു. എന്താ നീ പറഞ്ഞേ? ഇവന്മാരോ? നോ. ഓ സോറി, ആരാ ഈ ഏട്ടന്മാർ? നമ്മുടെ കോളേജിലെ അർജുനനും കർണനും. ഒന്ന് തെളിച്ചു പറഞ്ഞേ പ്ലീസ്. നമ്മുടെ കോളേജിലെ ഗാനഗന്ധർവനാണ് ഇന്ദ്രൻ എന്ന് പറയുന്ന ഇന്ദ്രജിത്ത്. ഗേൾസിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര പോപ്പുലറാണ്. അതായത് പിടക്കോഴികളുടെയൊക്കെ കണ്ണിലുണ്ണി. ഇതിലെല്ലാത്തിനും ഉപരി യൂണിവേഴ്സിറ്റി ടോപ്പർ, ടീച്ചേഴ്സിൻ്റെ കോമനപുത്രൻ. കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം ഇങ്ങനെയുടെ കൺട്രോളാണ്. ആളൊരു സമാധാനപ്രവാ, പക്ഷെ ആരെങ്കിലും ചൊറിയാൻ വന്നാൽ കയറി മാന്തും. അപ്പോൾ ഈ ഹർഷനോ? തേജുവിൻ്റെ ആവേശം കണ്ട് മറ്റു 2 പേരും അവളെ കൂർപ്പിച്ച് നോക്കി. ഇതിനു മുമ്പ് പറഞ്ഞ ആളിൻ്റെ നേരെ ഓപ്പോസിറ്റ്, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി, കോളേജ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ. 3 വർഷം കൊണ്ട് എത്രയൊക്കെ സപ്ലൈ വാങ്ങിക്കൂട്ടാൻ പറ്റുമോ അത്രയൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇന്ദ്രൻ പെമ്പിള്ളേരുടെ കണ്ണിലുണ്ണിയാണെങ്കിൽ ഹർഷൻ അവരുടെ കണ്ണിലെ കരടും. അതെന്താ അങ്ങനെ? ഒന്നാമത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അധികം പെൺപിള്ളേരൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അവിടെയുള്ള പിള്ളേർ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഒന്നില്ലെങ്കിൽ കോഴികളായിരിക്കും, അല്ലെങ്കിൽ കുറുക്കന്മാരായിരിക്കും. ഓ, അപ്പം ആളൊരു സ്ത്രീലമ്പടനാണോ? തനുവായിരുന്നു അത് ചോദിച്ചത്. ഏയ്, സ്ത്രീകളുടെ കാര്യത്തിൽ ആൾ ഭയങ്കര ഡീസൻ്റാ. മാത്രമല്ല ആളുടെ മനസ്സിൽ ആകെ ഒരു പെണ്ണേ ഉള്ളൂ. അതാരാ? തേജു ഭയങ്കര ആവേശത്തോട് ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്കിതൊന്നും അറിയില്ലേ? 3 പേര് ഇല്ലെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. എടി നന്ദു, അവർ പറഞ്ഞിട്ട് കാര്യമില്ല, കോളേജിൽ വന്നിട്ട് ആകെ കുറച്ച് ദിവസങ്ങളിലേ ആയിട്ടുള്ളൂ. ആ, അതും ശരിയാ. ചേച്ചി ബാക്കി പറ. എടി, നിനക്കെന്താ എത്ര ആവേശം അയാളെ കുറിച്ച് അറിയാൻ? പൂജ അവളുടെ ഇടുപ്പിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതിനുത്തരം അവളുടെ വളിഞ്ഞ ചിരിയായിരുന്നു. പുള്ളിക്കാരൻ നമ്മുടെ മാത്സ് പഠിപ്പിക്കുന്ന അമുത മിസ്സിന്റെ പുറകെയാ. അയ്യേ, മിസ്സിന്റെ പുറകെയോ? ടീച്ചർ അത്രയ്ക്ക് സുന്ദരിയാണോ? അതെ. എന്നിട്ട് ടീച്ചർ ഓക്കെ പറഞ്ഞോ? തേജുവിൻ്റെ ഈ ചോദ്യങ്ങൾ കേട്ട് ബാക്കി 2 പേരും അവളെ അർത്ഥം വെച്ച് നോക്കുന്നത് അവൾ ശ്രദ്ധിച്ചില്ല. എവിടെ പറയാൻ, ടീച്ചർക്ക് ഇവനേക്കാൾ 5 വയസ്സ് കൂടുതലാണ്. മാത്രമല്ല അവർക്ക് ഇതൊക്കെ സർവ്വസാധാരണ. എനിക്ക് ആ ഏട്ടനെ കാണാൻ തോന്നിയിട്ട് വയ്യ, തേജു ഒരു നാണത്തോട് പറഞ്ഞു. എൻ്റെ പൊന്നു മോളെ, അയാളെ കണ്ടു കഴിഞ്ഞാലും നീ ഇതേ അഭിപ്രായം തന്നെ പറയണം. കണ്ടാൽ നല്ല ചോക്ലേറ്റ് പോയി ലുക്കാ, പക്ഷേ സ്വഭാവം തരികിടയാ. അവൾ ചോദ്യഭാവത്തിൽ അവരെ നോക്കി. ഇത്രയും നാൾ രഞ്ജി ട്രോഫി ഉള്ളതുകൊണ്ട് ഹൈദരാബാദിലായിരുന്നു, ഇന്ന് ലാൻഡായി എന്നാ പറഞ്ഞ്. അപ്പം എന്തായാലും നാളെ അവൻ കോളേജിൽ വരും. അപ്പം എൻ്റെ മോള് കുളിർക്കെ കണ്ടോ? ഇത് കേട്ടത് സീനിയർ ചേച്ചിമാരൊക്കെ പരസ്പരം മുഖത്ത് നോക്കി ചിരിച്ചു. എന്താ കാര്യമെന്നറിയാതെ 3 പേരും മിഴിച്ചുകൊണ്ട് നിന്നു. ചിലതൊക്കെ കണ്ടറിഞ്ഞാലേ ശരിക്കും അറിയൂ. നന്ദനയുടെ അർത്ഥം വെച്ചുള്ള സംസാരം കേട്ട് അവർക്കൊന്നും തന്നെ മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ഈ പറഞ്ഞ 2 ആൾക്കാരും കീരിയും പാമ്പുമാണെന്നുള്ള കാര്യം. അന്ന് രാത്രി അവർക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. പൂജയുടെ മനസ്സിൽ മുഴുവൻ ആ അപരിചിതന്റെ മുഖമായിരുന്നു. എത്രയും പെട്ടെന്ന് നേരം വെളുത്താൽ മതിയും തോന്നി അവൾക്ക്. അത് വേറൊന്നും കൊണ്ടല്ല, അയാൾ ആരാണെന്നറിയാനുള്ള ആവേശം. തേജുവിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. എന്തോ ഹർഷേട്ടനെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ അവൾ അയാളുടെ വലിയ ഫാനായി. വരാനുള്ളതൊന്നും വഴി തങ്ങില്ലല്ലോ. എന്നാൽ നമ്മുടെ തനു ഡീസൻ്റ് ആട്ടോ. അവൾക്ക് അങ്ങനെ ആലോചിക്കുക മാത്രം പ്രത്യേകിച്ചൊന്നുമില്ല. അതുകൊണ്ട് അവൾ കിടന്നത് തന്നെ ഉറങ്ങി. ICC കോളേജ് ബോയ്സ് ഹോസ്റ്റൽ. ഹോ ദൈവമേ, സമാധാനം. അയാളുടെ മുന്നിൽ പോയി പെടുന്നു വിചാരിച്ചു. ആ മണ്ട മച്ച, അന്ത ആൾക്കിട്ടിരുന്ന് തപ്പിച്ചത് പെരിയ വിഷയം.
ദാ മതി മതി, നാളത്തെ പ്രോഗ്രാമുള്ള സോങ് സെലക്ട് ചെയ്തോ? ഇന്ദ്രൻ തന്റെ ഗിറ്റാർ കയ്യിലെടുത്തോണ്ട് ചോദിച്ചു. ഇല്ലടാ. പിന്നെ എന്താണ് അവിടെ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്? വേഗം ചെയ്യ്. നാളെ നിങ്ങൾ ഒരു പുല്ലും ചെയ്യാൻ പോണില്ല. പിന്നിൽ നിന്നുള്ള അപശബ്ദം കേട്ടപ്പോൾ അവർ 5 പേരും ഒപ്പം തിരിഞ്ഞു നോക്കി. ലോകേഷ്? 5 പേരും ഒപ്പം പറഞ്ഞു. ഹർഷന്റെ കൈത്താങ്ങുകളായിരുന്നു ലോകേഷും സംഘവും. എപ്പോഴും അവരുടെ കൂടെ തന്നെ നടക്കും. ഹർഷനില്ലാത്ത സമയത്ത് കോളേജിൽ അവന്റെ പേരും പറഞ്ഞ് വിലസി നടക്കുന്ന ഇവരാണ്. ഹർഷന് ശത്രുക്കളെ പോലെ തന്നെ മരിക്കാൻ പോവുകയാണെങ്കിൽ പോലും അവന്റെ കൂടെ പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ആ കോളേജിലുണ്ടായിരുന്നു. അതിലെ മുഖ്യമായ 2 പേരാണ് സാമുവലും ക്രിസ്റ്റിയും. ഇവർ 3 പേരുമാണ് ആ ഡിപ്പാർട്ട്മെന്റിന്റെ നട്ടെല്ല്. അവർ 3 പേരുടെ കൂടെ എപ്പോഴും കൂടൊക്കെ മണികെട്ടി പോലെ അവരുടെ ശിഷ്യന്മാരുണ്ടാവും. ഇവരില്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ് ലോകേഷനായിരിക്കും. മോനെ! ഇന്ദ്രൻ അവന്റെ നേർക്ക് ചീറിപ്പാഞ്ഞു. അവൻ എന്തെങ്കിലും പ്രതികരിക്കും മുന്നേ ഇന്ദ്രൻ മുഷ്ടിയുരുട്ടി അവന്റെ മൂക്ക് നോക്കി ഇടിച്ചു. നീ എന്നെ തല്ലും അല്ലേ? ലോകേഷും വിട്ടുകൊടുത്തില്ല. അവൻ ഇന്ദ്രനെ ചവിട്ടി താഴെയിട്ടു. പിന്നെ അവിടെ നടന്ന് ഒരു മിനി മഹാഭാരത യുദ്ധമായിരുന്നു. പൊടുന്നിനെ വാർഡൻ വന്ന് 2 ടീമിനെയും പിരിച്ചുവിട്ടുകൊണ്ട് ആർക്കും അധികം പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. ലോകേഷ്, ഇനി ഒരു നിമിഷം നീ കേൾക്ക കൂടാതെ കിളമ്പ്, ഓ റൂമിക്ക് പോ. വാർഡൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയി പറഞ്ഞു. അവന്റെ ചങ്ങാതിമാർക്ക് അവൻ അവിടുന്ന് വലിച്ചുകൊണ്ടുപോയി. പോകുന്നതിന് മുമ്പ് ഇന്ദ്രനെ കൂർപ്പിച്ചു നോക്കാനും അവൻ മറന്നില്ല. അത് പിന്നെ എല്ലാ ഫൈറ്റ് സീൻ കഴിഞ്ഞാലും ഇത് വേണമല്ലോ. ഇന്ദ്ര, നാളെ ഹർഷം വരുന്നാ പറഞ്ഞ്. ഇത് കേട്ടതും ഇന്ദ്രൻ അവനെ ദേഷ്യത്തോടെ നോക്കി. തന്റെ നെറ്റിൽ വീണ് കിടക്കുന്ന മുടിയെ പിന്നിലാക്കി അവൻ എന്തോ ആലോചിച്ചുകൊണ്ട് നിന്നു. എന്താടാ നീ ഇങ്ങനെ ആലോചിക്കുന്നേ? നിനക്കെന്താടാ, അവൻ വരുന്നു എന്ന് പറഞ്ഞ പേടിയായോ? ഇന്ദ്രൻ അടുത്തുള്ള തൂണിൽ ശക്തിയായി ഇടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഈ കോളേജിലെ 3/4 ഭാഗം ആൺപിള്ളേരും അവന്റെ ടീമാണ്. മാത്രമല്ല ആന്റി റാഗിങ് സ്ക്വാഡ് ഉള്ളതുകൊണ്ട് തന്നെ ജൂനിയേഴ്സിന്റെ കൺട്രോൾ പോലും അവരുടെ കയ്യിലാണ്. പിന്നെ അവന്റെ വലം കൈയില്ലേ ആ സാമുവൽ, അവനാ ഹർഷനില്ലാത്തതുകൊണ്ട് ഈ പണികളൊക്കെ ചെയ്യുന്നത്. ജൂനിയേഴ്സ് പോലും അവന്റെ കൂടെ ആയാൽ പിന്നെ പണി പാളും. ഈ വർഷത്തെ ഇലക്ഷന് അവൻ പുഷ്പം പോലെ ജയിക്കും. ഇതൊക്കെ കേട്ട് ഇന്ദ്രന് കലികയറി വന്നു. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? നമ്മളെ കൊണ്ടൊന്നും ഒന്നിനും പറ്റില്ലെന്നോ? നീ നോക്കിക്കോ, ഇന്നത്തെ തല്ലിന്റെ ബാക്കി നാളെ കോളേജിൽ. അവൻ വരട്ടെ, നമ്മുടെ പിള്ളേരോടൊക്കെ പറഞ്ഞു വെച്ചോ ആയുധങ്ങളൊക്കെ റെഡിയാക്കാൻ. ഈ വർഷത്തെ ആദ്യത്തെ തല്ല് നമ്മുടെ വക. പിറ്റേന്ന് കോളേജിലെത്തിയതും പൂജയുടെ മനസ്സാകെ കൈവിട്ടുപോയ അവസ്ഥയായിരുന്നു. വഴിയിൽ കൂടെ പോയ ആരെയും വിട്ടുവെച്ചില്ല, പ്രത്യേകിച്ച് താടിയുള്ളവരെ. നീ എന്തെങ്കിലും അണ്ടിപോയ അണ്ണാനെ പോലെ നോക്കിയിരിക്കുന്നേ? വിക്കി ചോദിച്ചു. കോളേജിൽ ഇവരെ കൂടാതെ തന്നെ ഇവർക്ക് വേറെ 2 ഫ്രണ്ട്സിന് കിട്ടി, വിഘ്നേഷും ശരത്തും. ഇവരെ പോലെ തന്നെ 2 നല്ല അസൽ വായി നോക്കികളാണ്. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, നമ്മൾ എവിടെ പോയാലും നമ്മളെപ്പോലെ തന്നെ വിവരക്കേട് കാണിക്കുന്ന കുറേ ടീംസിന് നമുക്ക് ഫ്രണ്ട്സായി കിട്ടും. മാത്രമല്ല ഒരു ശരാശരി മലയാളികൾ തമിഴ്നാട് കോളേജിൽ പോയി പഠിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രശ്നം ഇവരും അനുഭവിച്ചു. അത് വേറൊന്നുമല്ല, ഒരു ക്ലാസ് തന്നെ 2 ഗ്യാങ്ങായി മാറി. മലയാളികൾ ഒരു ഗ്യാങ്, തമിഴ്സ് മറ്റൊരു ഗ്യാങ്. അതും പോരാതെ ഇവർ ബയോടെക് ആയതുകൊണ്ട് തന്നെ മെജോറിറ്റി ആ ക്ലാസ്സിൽ ഗേൾസ് ആയിരുന്നു. രാവിലെ തന്നെ ഫസ്റ്റ് പീരീഡ് കട്ടടിച്ച് കോളേജ് ക്യാരിൽ വന്നിരിക്കുകയായിരുന്നു വിഘ്നേഷും പൂജയും. അവിടെ ആകുമ്പോൾ സീനിയേഴ്സ് ഏട്ടന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് വരുമല്ലോ. നിന്നോട് ചോദിച്ചേ, അവൻ അവളെ കുലുക്കി വിളിച്ചു. ഞാൻ പറഞ്ഞില്ലേ അയാള്. എന്റെ പൊന്നെ, ഒന്ന് നിർത്തുന്നുണ്ടോ? അവളുടെ ഒരാള് ലോകത്ത് എവിടെയും കേൾക്കാത്തൊരു കഥയും കൊണ്ട് വന്നോളൂ രാവിലെ തന്നെ മനുഷ്യനെ വെറുപ്പിക്കാനായിട്ട്. ഒന്ന് പോടാ, ഞാൻ പറഞ്ഞ സത്യ. അവൾ ഇതൊക്കെ പറയുമ്പോഴും അവളെ തന്നെ വീക്ഷിക്കുന്ന 2 കണ്ണുകൾ അവൾ അറിഞ്ഞില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.